ഹലോ ഫ്രണ്ട്സ്, ഞാൻ അടുത്ത ചാപ്റ്ററാണ് കോമ്പറ്റീഷൻ ആക്ട്. ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറയാം, എങ്ങനെയാണ് ഈ കോമ്പറ്റീഷൻ ആക്ട് ഉണ്ടായിരുന്നത്. ഇന്ത്യയിൽ ഈ പറയുന്ന കോമ്പറ്റീഷൻ റിലേറ്റഡ് ആയിട്ട് വരുന്ന വിഷയങ്ങൾ, ഇഷ്യൂസ്, എന്തെങ്കിലും മാറ്റേഴ്സ്, അതൊക്കെ ഡീൽ ചെയ്തുകൊണ്ടിരുന്നത് MRTP ആക്റ്റാണ്, അതായത് മോണോപോളീസ് ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് ആക്ട്. ഓക്കെ, അത് വന്നത് 1 ജൂൺ 1970 അത് കഴിഞ്ഞപ്പോൾ ഈ ഒക്ടോബറിൽ ഗവൺമെൻറ് ഒരു കമ്മിറ്റീനെ അപ്പോയിൻറ്റ് ചെയ്തു. അതായത് നിലവിലുള്ള MRTP ആക്ട് ഒന്നും കൂടി പുനഃപരിശോധിച്ചിട്ട് വേണ്ടതായ കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞുകൊണ്ട്. കാരണം ആ സമയത്ത് ഈ ലിബറലൈസേഷൻ വന്നു. ലിബറലൈസേഷൻ ഉണ്ടായതിനു ശേഷം ഈ രാഘവൻ കമ്മിറ്റി പറഞ്ഞത് മോണോപോളീസിന് പകരം നമ്മൾ ഹെൽത്തി ആയിട്ടുള്ളൊരു കോമ്പറ്റീഷൻ ആണ് പ്രൊമോട്ട് ചെയ്യേണ്ടത്, അത് അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെ റെക്കമെൻഡേഷൻസ് വഴി ഉണ്ടായ ഒരു ആക്റ്റാണ് കോമ്പറ്റീഷൻ ആക്ട് 2002. അത് വന്നത് 13 ജനുവരി 2003 അത് കഴിഞ്ഞപ്പോൾ 2007 കുറച്ച് അമെൻമെൻറ്റ്സ് ഒക്കെ വന്നു. അത് കഴിഞ്ഞപ്പോൾ ഈ കോമ്പറ്റീഷൻ ആക്ട് ഇങ്ങനെ ഓരോ വർഷം കഴിയുമ്പോൾ ഇത് കുറച്ചും കൂടി വളരാൻ തുടങ്ങി. അതായത് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ രൂപീകരിച്ചു, കോമ്പറ്റീഷൻ അപ്പലേറ്റ് ട്രിബ്യൂണൽ, അതൊക്കെ രൂപീകരണം കൊടുത്തു ഈ ആക്ട് വഴി. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ഈ കോമ്പറ്റീഷൻ ആക്ട് ഇങ്ങനെ കുറച്ചുകൂടി സ്ട്രോങ്ങറായി വന്നപ്പോൾ ഈ പഴയ ആക്ടിലെ MRTP ആക്ട് അത് പയ്യെ പിൻവലിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ അതിൻ്റെ കീഴിൽ രൂപീകരിച്ച MRTP കമ്മീഷൻസ് ഒക്കെ ഉണ്ട്, അവരൊക്കെ പിരിച്ചു വിട്ട് അത് പയ്യെ ഇല്ലാതെയായി. ഓക്കെ, ഇപ്പോൾ നിലവിൽ കോമ്പറ്റീഷൻ ആക്റ്റാണ് ഈ കോമ്പറ്റീഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സകല കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. ഞാൻ കോമ്പറ്റീഷൻ ആക്ടിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ആൻറ്റി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും മെത്തേഡ്സോ പ്രാക്ടീസസോ അതിനെ വിലക്കുക. ഓക്കെ, സെക്കൻഡ് ഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷനെ പ്രൊമോട്ട് ചെയ്യുക, അതിനെ വളർത്തുക. പിന്നെ കൺസ്യൂമേഴ്സിൻ്റെ താല്പര്യത്തെ സംരക്ഷിക്കുക. പിന്നെ ട്രേഡ് ചെയ്യാനായിട്ടുള്ള സ്വാതന്ത്ര്യത്തെ ഉറപ്പുവരുത്തുക. പിന്നെ കോമ്പറ്റീഷൻ റിലേറ്റഡ് ആയിട്ട് വരുന്ന ശുപാർശകൾ അത് ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയുടെ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെ എല്ലാ ലെവൽസിലും ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഇതൊക്കെയാണ് ഈ ആക്ടിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ്. ഇനി അടുത്തത് ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻസ് ആണ്, അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിക്കാം. ഓക്കെ, റീഡ് വൺസ് ആൻഡ് ലീവ് കാറ്റഗറി പെട്ടതാണ്. ഇവിടെ കുറച്ച് ഡെഫിനിഷൻസ് ഉണ്ട്, അത് വായിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, ഇനി അടുത്തത് ആൻറ്റി കോമ്പറ്റീറ്റീവ് എഗ്രിമെൻറ്റ്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് കോമ്പറ്റീഷൻ എന്താണ് അല്ലെങ്കിൽ ഒരു ആൻറ്റി കോമ്പറ്റീഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, കോമ്പറ്റീഷൻ എപ്പോഴും ഹെൽത്തിയാണ്. കാരണം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു 5 ആൾക്കാരുണ്ട്. ആ 5 ആൾക്കാർ അവരുടെ ബുദ്ധി ഉപയോഗിച്ച്, അവരുടെ സ്ട്രാറ്റജി അല്ലെങ്കിൽ അവരുടെ മെത്തേഡ്സ് ഉപയോഗിച്ച് പരസ്പരം ഒരു പാരവെപ്പോ ഒന്നും ചെയ്യാതെ അവരുടെ കഴിവ് ഉപയോഗിച്ച് മുന്നേറി വിജയിച്ചു കഴിഞ്ഞാൽ അതൊരു ഹെൽത്തി കോമ്പറ്റീഷനാണ്. ഓക്കെ, അപ്പോൾ അതിനെ കോമ്പറ്റീഷൻ എന്ന് പറയും. അൺഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷനെ നമ്മൾ ആൻറ്റി കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ആൻറ്റി കോമ്പറ്റീറ്റീവ് എന്നൊക്കെ പറയും. ആൻറ്റി കോമ്പറ്റീഷൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ 5 കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. 2 ആൾക്കാർ കാര്യമായ രീതിയിൽ ബാക്കിയുള്ള 3 കോമ്പറ്റീറ്റേഴ്സിനെ പ്രതികൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കി അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ സ്വാധീനിക്കുകയോ ചെയ്ത് അവർ മുന്നേറി വിജയിക്കുകയാണെങ്കിൽ അതിനെ അൺഹെൽത്തി കോമ്പറ്റീഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ കോമ്പറ്റീഷൻ ആക്ട് ഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷനെയാണ് എപ്പോഴും പ്രൊമോട്ട് ചെയ്യുള്ളൂ. ഇതുപോലെ അൺഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷനെ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യില്ല. അഥവാ ഇപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് അസാധുവാക്കും അങ്ങനത്തെയൊക്കെ കോമ്പറ്റീഷനിൽ. അപ്പോൾ ഇതിൻ്റെ അത് പറഞ്ഞത് എഗ്രിമെൻറ്റ്, അത് റിട്ടൺ ആവാം, ഓറൽ ആവാം. ഓക്കെ, അതായത് ഗുഡ്സ് ആൻഡ് സർവീസ് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രൊഡക്ഷനോ സപ്ലൈയോ ഡിസ്ട്രിബ്യൂഷനോ സ്റ്റോറേജോ ഒക്കെ ചെയ്യാമെന്ന് വെച്ചോ, അത് ഇന്ത്യയിൽ കാര്യമായ രീതിയിൽ എന്തെങ്കിലും ദോഷം വരുവാണെങ്കിൽ അത് അസാധുവാക്കും ആ എഗ്രിമെൻറ്റ്. ഈ ആക്ടിൻ്റെ കീഴിൽ 2 ടൈപ്പിലുള്ള എഗ്രിമെൻ്റ് ഉണ്ട്. ഒന്ന് വെർട്ടിക്കൽ എഗ്രിമെൻറ്റും പിന്നെ ഹൊറിസോണ്ടൽ എഗ്രിമെൻറ്റും. ഞാൻ അടുത്ത വെർട്ടിക്കൽ എഗ്രിമെൻറ്റ്സ്. ഇതിൻ്റെ അകത്ത് പറഞ്ഞത് ചില എൻ്റർപ്രൈസ് വ്യത്യസ്ത ഘട്ടങ്ങളിലായിരിക്കും അവരുടെ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും. അപ്പോൾ ആ എൻ്റർപ്രൈസ് തമ്മിൽ ഒരു എഗ്രിമെൻറ്റ് ഉണ്ടാക്കും. ആ എഗ്രിമെൻറ്റിനെയാണ് നമ്മൾ വെർട്ടിക്കൽ എഗ്രിമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇത് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് കോമ്പറ്റീറ്റേഴ്സാണ്. ഓക്കെ, സപ്ലയർ മാനുഫാക്ചറിന് റോ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യും. മാനുഫാക്ചർ ആ റോ മെറ്റീരിയൽസ് വെച്ച് ഗുഡ്സ് ഉണ്ടാക്കും. ആ ഗുഡ്സ് ഹോൾസെയിലറിന് സെല്ല് ചെയ്യും.
ഹോൾസെയിലർ റീറ്റെയിലറിന് അത് സെല്ല് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ സപ്ലയറും മാനുഫാക്ചറും തമ്മിൽ എന്തെങ്കിലും എഗ്രിമെൻറ്റ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ മാനുഫാക്ചർ ഹോൾസെയിലർ തമ്മിൽ എന്തെങ്കിലും എഗ്രിമെൻറ്റ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ഹോൾസെയിലർ റീറ്റെയിലർ തമ്മിലും ഇതുപോലെ എഗ്രിമെൻറ്റ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ മേളിൽ നിന്ന് താഴത്തോട്ടാണ് പോണേ. അപ്പോൾ ആ ഒരു എഗ്രിമെൻറ്റ്സിനെയാണ് നമ്മൾ വെർട്ടിക്കൽ എഗ്രിമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഹോറിസോണ്ടൽ എഗ്രിമെൻറ്റ് എന്താ? ഹോറിസോണ്ടൽ എഗ്രിമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ലെവലിൽ മത്സരിക്കുന്ന സംരംഭങ്ങളുണ്ടാവും. ചിലപ്പോൾ അവർ സമാനമായ ഗുഡ്സ് ആൻഡ് സർവീസസ് ആയിരിക്കും കൺസ്യൂമേഴ്സിന് പ്രൊവൈഡ് ചെയ്യണത്, അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യണത്, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണത്. അപ്പോൾ സെയിം ലെവലിൽ വരുന്ന കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവുമല്ലോ, അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എഗ്രിമെൻറ്റ് ചെയ്യും. ആ എഗ്രിമെൻറ്റിനെയാണ് നമ്മൾ ഹോറിസോണ്ടൽ എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ അടുത്ത് നമ്മൾ ഹോറിസോണ്ടൽ എഗ്രിമെൻറ്റ്സിനെ കുറിച്ച് പഠിക്കാം, അതിൻ്റെ പല ടൈപ്പ്. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 2 ടൈപ്പിനെ കുറിച്ച് മാത്രമാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് കാർട്ടൽ, സെക്കൻഡ് വൺ ഈസ് ബിഡ് റിഗിങ്. അപ്പോൾ ഫസ്റ്റ് വൺ കാർട്ടൽ, അതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ കാർട്ടലിൻ്റെ എക്സാമ്പിൾ വഴി ഇത് പഠിക്കാം എന്താണെന്ന്. ഓക്കെ, ഇവിടെ 3 ഐസ്ക്രീം ഷോപ്പുണ്ട്. ഐസ്ക്രീം ഷോപ്പ് A, B, C. ഇവർ ഒരു സ്ഥലത്ത് ഐസ്ക്രീം വിൽക്കുന്ന ഷോപ്പുകളാണ്. ഓക്കെ, അപ്പോൾ ഇവർ ഒരു ദിവസം എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു തീരുമാനം എടുത്തു. ഇവർ ഓരോരുത്തരും ഓരോ ഐസ്ക്രീം 50 രൂപയ്ക്കാണ് വിൽക്കുള്ളൂ, അതിൽ താഴെ വിൽക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ഹെൽത്തി കോമ്പറ്റീഷനാണോ അൺഹെൽത്തി കോമ്പറ്റീഷനാണോ? അൺഹെൽത്തി കോമ്പറ്റീഷനാണ്. കാരണം ഇവിടെ കോമ്പറ്റീഷൻ ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഇവിടെ പരസ്പരം ഈ 3 ഐസ്ക്രീം ഷോപ്പുകൾ ഒരുമിച്ച് കോപ്പറേറ്റ് ചെയ്ത് അവർ പബ്ലിക്കിൽ നിന്ന് ഐസ്ക്രീം വിറ്റ് പൈസ ഉണ്ടാക്കണം. ഓക്കെ, കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ യാതൊരു രീതിയിൽ 3 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇൻഫ്ലുവൻസും വരാത്ത രീതിയിൽ അവരുടെ സ്ട്രാറ്റജി ഉപയോഗിച്ച് പബ്ലിക്കിൽ നിന്ന് ഐസ്ക്രീം വിറ്റ് പൈസ ഉണ്ടാക്കുമ്പോഴാണ് അവിടെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ കാർട്ടലിൻ്റെ കേസിലാണെങ്കിൽ അവിടെ കോമ്പറ്റീഷൻ അല്ല, അവർ പരസ്പരം കോപ്പറേറ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് കാർട്ടൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഞാൻ അടുത്ത ഹോറിസോണ്ടൽ എഗ്രിമെൻറ്റ്സിൻ്റെ വേറൊരു ടൈപ്പാണ് ബിഡ് റിഗിങ്. അതെന്താണെന്ന് നോക്കാം ഒരു എക്സാമ്പിൾ വഴി. ഇതൊരു സ്കൂള്. ഈ സ്കൂളുകാർക്ക് കമ്പ്യൂട്ടർ വേണം. ഓക്കെ, ഇത്ര നമ്പർ ഓഫ് കമ്പ്യൂട്ടർ വേണം. അപ്പോൾ A, B, C, D ഇത് കമ്പ്യൂട്ടർ സപ്ലൈസാണ്. അപ്പോൾ സ്കൂള് ഇവർക്ക് ടെൻഡർ ക്ഷണിച്ചു ഇവരിൽ നിന്ന്. ഓക്കെ, അപ്പോൾ A 100 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞു, B 160 rupees, C 180 rupees, D ₹200. ഓക്കെ, അപ്പോൾ സ്കൂളുകാർ എന്ത് ചെയ്തു? എയുടെ ടെൻഡർ സ്വീകരിച്ചു, എയിൽ നിന്ന് ഇത്ര നമ്പർ കമ്പ്യൂട്ടർ മേടിച്ചു. ഇതാണ് പുറമെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണം. പക്ഷേ ശരിക്കും സംഭവിച്ചത് ഈ B, C, D ഇവരെല്ലാവരും കൂടി കൂടിയിട്ട് എനെ മനഃപൂർവ്വം ഈ ബിഡിൽ ജയിപ്പിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഈ ബിഡ് റിഗിങ്ങിൻ്റെ അത് സംഭവിക്കുന്നത് ഓൾറെഡി A, B, C, D ഇവരെ എല്ലാവരും കൂടി കൂടിയിട്ട് തീരുമാനിക്കും ഈ പ്രാവശ്യം ബിഡ് ചെയ്യാൻ നേരത്ത് ആര് വിൻ ചെയ്യണമെന്ന്. ഓക്കെ, അപ്പോൾ ഈ B, C, D മനഃപൂർവ്വം വില കൂട്ടി പറഞ്ഞതാണ് A ജയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ B, C, D എയുടെ അടുത്ത് പറഞ്ഞു, A വില കുറച്ച് വിറ്റോ, ഈ പ്രാവശ്യം നീ ഈ ടെൻഡർ സ്വീകരിക്കാൻ പറഞ്ഞു, ഞങ്ങൾ മനഃപൂർവ്വം വില കൂട്ടിക്കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് ബിഡ് റിഗിങ് കേസിൻ്റെ അകത്ത് സംഭവിക്കുന്നത്. ഇവരെല്ലാവരും ശരിക്കും പറഞ്ഞാൽ കോമ്പറ്റീഷൻ ചെയ്യുകയല്ലായിരുന്നു, അവർ പരസ്പരം കോപ്പറേറ്റ് ചെയ്ത് ഓൾറെഡി ഇവർക്ക് വിന്നർ ഏതാണെന്ന് അറിയാം. ഓക്കെ, പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവർ 4 പേരും കൂടി സീക്രട്ടായിട്ട് വെച്ചു. ഓക്കെ, അപ്പോൾ ഇതാണ് ബിഡ് റിഗിങ്ങിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഹോറിസോണ്ടൽ എഗ്രിമെൻറ്റ്. ഞാൻ അടുത്ത വെർട്ടിക്കൽ എഗ്രിമെൻറ്റ് ടൈപ്സ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ടൈൻ അറേഞ്ച്മെൻറ്റ്. ടൈൻ അറേഞ്ച്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു കമ്പനി ഷൂ സെല് ചെയ്യാമെന്ന് വെച്ചോ. ഓക്കെ, അപ്പോൾ ആ കമ്പനി കസ്റ്റമറുടെ അടുത്ത് പറയാണ് ഈ ഷൂ മേടിക്കണമെങ്കിൽ ഈ സോക്സ് മേടിക്കണമെന്ന്. ഓക്കെ, പക്ഷേ ഈ കസ്റ്റമറിന് ശരിക്കും പറഞ്ഞാൽ സോക്സിൻ്റെ ആവശ്യമില്ല, പക്ഷേ ആ ഷൂ മേടിക്കണമെങ്കിൽ ഈ സോക്സ് മേടിച്ചേ പറ്റൂ. ഓക്കെ, അതിനാണ് ടൈൻ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ ആവശ്യമില്ലാത്ത സാധനം മേടിച്ചാലാണ് ആവശ്യമുള്ള സാധനം കിട്ടുള്ളൂ. ഞാൻ അടുത്തത് എക്സ്ക്ലൂസീവ് സപ്ലൈ അറേഞ്ച്മെൻറ്റ്. ഒരു എക്സാമ്പിൾ വഴി നമുക്കിത് പഠിക്കാം. ഓക്കെ, ഇവിടെ സപ്ലയർ 1ഉം പർച്ചേസറും. ഓക്കെ, ഇവർ തമ്മിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. അതായത് സപ്ലയർ 1
ഈ ഗുഡ്സൊക്കെ സപ്ലൈ ചെയ്യുന്നത് ഈ പർച്ചേസറിന് മാത്രം ആയിരിക്കും. അതുപോലെ തന്നെ പർച്ചേസർ ഇതുപോലെ തന്നെ തിരിച്ചൊരു പ്രോമിസ് ചെയ്യും, സപ്ലയർ വണ്ണിൻ്റെ കയ്യിൽ നിന്നല്ലാതെ വേറെ ആരുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് മേടിക്കില്ലെന്ന്. ഓക്കെ, അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എഗ്രിമെൻറ്റ്, ഒരു അറേഞ്ച്മെൻ്റ് ആണത്. അപ്പോൾ ഈ പർച്ചേസർ വേറെ സപ്ലയർ 2ൻ്റെ കയ്യിൽ നിന്ന് ഗുഡ്സ് വാങ്ങിക്കില്ല, അതുപോലെ തന്നെ സപ്ലയർ 1 വേറെ പർച്ചേസിൻ്റെ അടുത്ത് ഗുഡ്സ് സെല്ല് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു അറേഞ്ച്മെൻറ്റാണ് നമ്മൾ പറഞ്ഞത് എക്സ്ക്ലൂസീവ് സപ്ലൈ അറേഞ്ച്മെൻറ്റ്. അടുത്തത് എക്സ്ക്ലൂസീവ് ഡിസ്ട്രിബ്യൂഷൻ എഗ്രിമെൻറ്റ് ഓർ അറേഞ്ച്മെൻറ്റ്. ഇവിടെ പറഞ്ഞത് ഈ സപ്ലയർ ഈ ഡിസ്ട്രിബ്യൂട്ടറിന് മാത്രമാണ് ഈ സപ്ലയറിൻ്റെ പ്രൊഡക്റ്റ്സ് സെല്ല് ചെയ്യുള്ളൂ, ഈ ഡിസ്ട്രിബ്യൂട്ടർ 2ന് അത് സെല്ല് ചെയ്യില്ല. ഓക്കെ, അങ്ങനത്തെ രീതിയിലുള്ള ഒരു അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ എഗ്രിമെൻറ്റിനാണ് നമ്മൾ എക്സ്ക്ലൂസീവ് ഡിസ്ട്രിബ്യൂഷൻ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് റെഫ്യൂസൽ ടു ഡീൽ. ഇതിൻ്റെ അകത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്, സപ്ലയർ ഉണ്ട്, പർച്ചേസർ 1 ഉണ്ട്, പർച്ചേസർ 2 ഉണ്ട്. ഈ സപ്ലയർ ഈ പർച്ചേസർ 1ന് മാത്രമാണ് അവരുടെ പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യുള്ളൂ. ഈ പർച്ചേസർ 2 വന്ന് ചോദിച്ചാലും ആ പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൈപ്പിലുള്ള അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ എഗ്രിമെൻറ്റിനാണ് റെഫ്യൂസൽ ടു ഡീൽ എന്നുള്ളത്. അതാണ് റീസെയിൽ പ്രൈസ് മെയിൻ്റനൻസ്. ഒരു എക്സാമ്പിൾ വഴി നോക്കാം. ഇവിടെ ഈ സെല്ലർ റീറ്റെയിലറിന് പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യാണ്. ഓക്കെ, എന്നിട്ട് റീറ്റെയിലറിൻ്റെ അടുത്ത് പറയാണ്, നിങ്ങൾ ഈ പ്രൊഡക്റ്റ് 15 രൂപയ്ക്ക് വേണം കസ്റ്റമറിന് സെല്ല് ചെയ്യാൻ. ഈ 15 രൂപേനേക്കാളും താഴെ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെല്ലർ പിന്നെ റീറ്റെയിലറിന് പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യില്ല. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ എഗ്രിമെൻറ്റിനാണ് നമ്മൾ റീസെയിൽ പ്രൈസ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. ഞാൻ അടുത്തത് ഇനി പറയാൻ പോണ ആക്റ്റില്ലേ, അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആൻറ്റി കോമ്പറ്റീറ്റീവായിട്ട് തോന്നിയെങ്കിലും അത് കോമ്പറ്റീറ്റീവായിട്ട് ട്രീറ്റ് ചെയ്യണം. ഏതൊക്കെയാണ് നോക്കാം. കോപ്പിറൈറ്റ് ആക്ട്, പേറ്റൻറ്റ്സ് ആക്ട്, ട്രേഡ് മാർക്സ് ആക്ട്, ഡിസൈൻസ് ആക്ട്, മെർക്കൻഡൈസ് മാർക്സ് ആക്ട്, പിന്നെ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ഓഫ് ഗുഡ്സ് ആക്ട്, സെമി കണ്ടക്ടർ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ലേഔട്ട് ഡിസൈൻ ആക്ട്, ഇതൊക്കെ. അടുത്ത അബ്യൂസ് ഓഫ് ഡോമിനൻറ്റ് പൊസിഷൻ, അതായത് അധികാരമുള്ള സ്ഥാനം ദുരുപയോഗം ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ രീതിയിലൊക്കെ നമുക്ക് ആ നല്ല അധികാരമുള്ള സ്ഥാനമൊക്കെ നമുക്ക് ദുരുപയോഗം ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, എക്സ്പ്ലോയിറ്റേറ്റീവ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം പ്രൊഡക്റ്റ് തന്നെ പല കസ്റ്റമേഴ്സിൽ പല പ്രൈസിലായിരിക്കും വിൽക്കുന്നത്. ചിലപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ നോർമൽ പ്രൈസ് 100 ആയിരിക്കും, പക്ഷേ ഒരു കസ്റ്റമറിന് ചിലപ്പോൾ അത് 120 രൂപയ്ക്കായിരിക്കും സെല് ചെയ്യണത്, വേറെ കസ്റ്റമറിന് ചിലപ്പോൾ അത് 90 രൂപയ്ക്കായിരിക്കും സെല് ചെയ്യണത്. ഓക്കെ, അതിനാണ് എക്സ്പ്ലോയിറ്റേറ്റീവ് എന്നുള്ളത്. അതുപോലെ തന്നെ പ്രീഡേറ്ററി പ്രൈസ്. അതിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗുഡ്സ് ചിലപ്പോൾ അതിൻ്റെ കോസ്റ്റിനേക്കാളും കുറഞ്ഞ വിലയ്ക്ക് അത് സെല്ല് ചെയ്യാം. ഓക്കെ, അതിനാണ് പ്രീഡേറ്ററി പ്രൈസ്. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് ചിലപ്പോൾ 10 രൂപയായിരിക്കും, ചിലപ്പോൾ ആ പ്രോഡക്റ്റ് ചിലപ്പോൾ വിൽക്കുന്നത് 9 രൂപയ്ക്കായിരിക്കും, അതായത് കോസ്റ്റിനേക്കാളും കുറവ് രൂപയ്ക്കായിരിക്കും അത് സെല്ല് ചെയ്യണത്. ഓക്കെ, അങ്ങനത്തെ സൈസ് പ്രൈസിനെയാണ് നമ്മൾ പ്രീഡേറ്ററി പ്രൈസ് എന്ന് പറയുന്നത്. ഇനി എപ്പോഴൊക്കെയാണ് ഈ അധികാരമുള്ള സ്ഥാനം ദുരുപയോഗപ്പെടുത്തിയെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന സിറ്റുവേഷൻസിലാണ് അബ്യൂസ് ഓഫ് ഡോമിനൻറ്റ് പൊസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നോക്കാം എന്തൊക്കെയാണ്. ആദ്യം ഈ അൺഫെയർ പ്രൈസൊക്കെ ചുമത്തുക, അതുപോലെ തന്നെ ഒരു ഗുഡ്സിൻ്റെ സർവീസിൻ്റെ പ്രൊഡക്ഷൻ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുമല്ലോ, അതിനൊക്കെ നിയന്ത്രണം ഏർപ്പാടാക്കുക. അതുപോലെ തന്നെ ഈ മാർക്കറ്റ് അസസ് നിരസിക്കുക, പിന്നെ അത് നമ്മുടെ ചുറ്റുമുള്ള കോമ്പറ്റീറ്റേഴ്സിനെ നന്നായിട്ട് അത് ബാധിക്കും. പിന്നെ നമ്മുടെ ആ ഡോമിനൻറ്റ് പൊസിഷൻ വെച്ചിട്ട് വേറൊരു മാർക്കറ്റിൽ നമ്മളത് യൂസ് ചെയ്യുക, അതായത് മിസ്യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഈ പറഞ്ഞ കോൺട്രാക്ട്സൊക്കെ എല്ലാം അവസാനിപ്പിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് അബ്യൂസ് ഓഫ് ഡോമിനൻറ്റ് പൊസിഷൻ. ഇനി അടുത്തത് കോമ്പിനേഷൻ ആൻഡ് ഇറ്റ്സ് റെഗുലേഷൻ. എന്താണ് കോമ്പിനേഷൻ, അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് കേസ് നോക്കാം. ഇന്ത്യയിൽ ഇപ്പോൾ 2 കമ്പനി ഉണ്ട്, എയുണ്ട് ബിയുണ്ട്. അത് വേണമെങ്കിൽ ഇവർ എ ബീനെ അക്യൂർ ചെയ്യാം, അല്ലെങ്കിൽ ബി എനെ അക്യൂർ ചെയ്ത് സി ഫോം ചെയ്യാം. അതുപോലെ തന്നെ എയും ബിയും കൂടെ മെർജ് ചെയ്ത് സി ഫോം ചെയ്യാം, എയും ബിയും കൂടെ അമാൽഗമേഷൻ ചെയ്ത് സി ഫോം ചെയ്യാം, അല്ലെങ്കിൽ ടേക്ക് ഓവർ ചെയ്ത് സി ഫോം ചെയ്യാം. അങ്ങനെ പല പല ട്രാൻസാക്ഷൻസ് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ പറയുന്ന ട്രാൻസാക്ഷൻസ് കോമ്പിനേഷൻ ആവണമെങ്കിൽ ഇവിടെ 2 ക്രൈറ്റീരിയ നമ്മൾ മീറ്റ് ചെയ്യണം. ഓക്കെ, ഒരെണ്ണം ഇൻഡിവിജ്വൽ വൈസായിട്ട് നമ്മൾ നോക്കും, പിന്നെ ഒരെണ്ണം ഗ്രൂപ്പ് വൈസായിട്ട് നോക്കും. ഏതൊക്കെയാണ് നോക്കാം. അപ്പോൾ ഇൻഡിവിജ്വൽ വൈസായിട്ട് നമ്മൾ നോക്കുക. ആദ്യം എയോ എടുക്കുക, ബിയോ എടുക്കുക, എന്നിട്ട് അതിൻ്റെ ടോട്ടൽ അസറ്റ് വാല്യൂ നോക്കാം. 2000 crore കൂടുതലാണെങ്കിൽ കോമ്പിനേഷനായി. ഓക്കെ, പിന്നെ രണ്ടാമത്തെ ക്രൈറ്റീരിയ ടേൺ ഓവർ ലിമിറ്റാണ്.
അതും 6,000 കോടി, അത് കൂടിക്കഴിഞ്ഞാൽ കോമ്പിനേഷനായി. അപ്പോൾ ഏതെങ്കിലും 2 ക്രൈറ്റീരിയ ഇവിടെ മീറ്റ് ചെയ്താൽ മതി. മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കോമ്പിനേഷനായിട്ട് മാറും. ഞാൻ ഗ്രൂപ്പ് വൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എയും ബിയും കൂടെ കൂട്ടുമ്പോൾ ടോട്ടൽ അസറ്റ് വാല്യൂ ₹8,000 crore കൂടിക്കഴിഞ്ഞാൽ അത് കോമ്പിനേഷനായിട്ട് മാറും. അല്ലെങ്കിൽ ടോട്ടൽ ടേൺ ഓവർ വാല്യൂ ₹24,000 crore കൂടിക്കഴിഞ്ഞാൽ കോമ്പിനേഷനായിട്ട് മാറും. അപ്പോൾ ഏതെങ്കിലും ഈ 2 കണ്ടീഷൻ മീറ്റ് ചെയ്താൽ മതി. മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കോമ്പിനേഷനായിട്ട് മാറും. ഓക്കെ, ഈ ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്യണത് ഇപ്പോൾ എ ആണെങ്കിലും ബി ആണെങ്കിലും അതിൻ്റെ ബ്രാഞ്ചസും അതിൻ്റെ മെയിൻ ഓഫീസെല്ലാം ഇന്ത്യയിൽ തന്നെയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഇൻഡിവിജ്വൽ വൈസ് ഗ്രൂപ്പ് വൈസ് ആയിട്ടുള്ള കണ്ടീഷൻസ് നമ്മൾ അപ്ലൈ ചെയ്യും. ഓക്കെ, ഞാൻ അടുത്തൊരു സിറ്റുവേഷനാണ്. ഇപ്പോൾ എയും ബിയും കൂടെ കൂടുമ്പോഴാണ് സി ഉണ്ടാവുന്നത്. ഓക്കെ, എയുടെ ചില ഓഫീസൊക്കെ ചിലപ്പോൾ ഇന്ത്യയിലുണ്ടാവും, ചില ഓഫീസ് അല്ലെങ്കിൽ സബ്സിഡറീസ് ഒക്കെ ചിലപ്പോൾ ഫോറിൻ കൺട്രീസിലായിരിക്കും. അതുപോലെ തന്നെ ബിയുടെ ചിലതൊക്കെ ഇന്ത്യയിലുണ്ടാവും, ചിലതൊക്കെ ചിലപ്പോൾ ഫോറിൻ കൺട്രീസിലുണ്ടാവും. അപ്പോൾ ആ കേസ് വരുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട് ത്രെഷോൾഡ് ലിമിറ്റിലൊക്കെ. ഓക്കെ, നോക്കാം. അപ്പോൾ ഇൻഡിവിജ്വൽ വൈസ് നോക്കുമ്പോൾ ടോട്ടൽ അസറ്റ് ലിമിറ്റ് ഈ 2 കണ്ടീഷൻസ് മസ്റ്റായിട്ട് സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, അതായത് $1 ബില്ലിനേക്കാളും കൂടുതലുണ്ടാവണം അസറ്റ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ മിനിമം ₹1,000 crore അസറ്റ് വാല്യൂ ഉണ്ടായിരിക്കണം. ഓക്കെ, ഈ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയി കഴിഞ്ഞാൽ കോമ്പിനേഷനായിട്ട് മാറും. അതുപോലെ തന്നെയാണ് ടേൺ ഓവറിൻ്റെ $3 ബില്ലിനേക്കാളും കൂടുതലുണ്ടാവണം ടേൺ ഓവർ വാല്യൂ. അതുപോലെ തന്നെ ഇന്ത്യയിൽ മിനിമം ₹3,000 crore ടേൺ ഓവർ വാല്യൂ ഉണ്ടായിരിക്കണം. ഓക്കെ, ടേൺ ഓവറിൻ്റെ ഈ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയി കഴിഞ്ഞാൽ കോമ്പിനേഷനായിട്ട് മാറും. ഞാൻ അടുത്ത ഗ്രൂപ്പ് വൈസ് ആയിട്ട് നോക്കാം. ഓക്കെ, എയും ബിയും കൂടെ കൂട്ടുമ്പോൾ അസറ്റ് വാല്യൂ $4 ബില്ലിനേക്കാളും കൂടുതലുണ്ടാവണം. അതുപോലെ തന്നെ ഇന്ത്യയിൽ മിനിമം ₹1,000 crore അസറ്റ് വാല്യൂവിലും ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ അസറ്റ് വാല്യൂവിൽ ഈ പറഞ്ഞ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ കഴിഞ്ഞാൽ അത് കോമ്പിനേഷനായിട്ട് മാറും. പിന്നെ ടേൺ ഓവറിൻ്റെ അകത്ത് $12 ബില്യനേക്കാളും കൂടുതലുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇന്ത്യയിൽ മിനിമം ₹3,000 crore ടേൺ ഓവർ വാല്യൂ ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ കഴിഞ്ഞാൽ ടേൺ ഓവർ ലിമിറ്റ് അത് കോമ്പിനേഷനായിട്ട് മാറും. ഓക്കെ, ഞാൻ അടുത്ത റെഗുലേഷൻ ഓഫ് കോമ്പിനേഷൻ, അതുപോലെ തന്നെ ഈ പറഞ്ഞ ഭാഗങ്ങൾ. ഓക്കെ, പ്രൊസീജിയർ, എൻക്വയറി, പിന്നെ ഓർഡേഴ്സ് ഓഫ് ഇത്, അതൊക്കെ ഞാനൊരു ചാർട്ട് ഫോമിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അതായത് നമ്മൾ കോമ്പിനേഷനാണെന്ന് അറിഞ്ഞിട്ട് നമ്മൾ CCIക്ക് റിപ്പോർട്ട് ചെയ്യുമല്ലോ, എന്നിട്ട് അവർ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞില്ലായിരുന്നു. അത് ഞാൻ ഇതുപോലെ ഒരു ചാർട്ട് വൈസ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പ്രൊസീജിയർ നോക്കാം. ഇൻവെസ്റ്റിഗേഷൻ എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ഇവിടെ 2 കമ്പനിയുണ്ട്, എയും ബിയും. അത് അമാൽഗമേറ്റ് ചെയ്ത് കഴിയുമ്പോൾ AB ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ എയുടെ ബോർഡ് ഓഫ് ഡയറക്ടർ അത് അപ്രൂവ് ചെയ്യണം. അതുപോലെ ബിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും അത് അവർ 2 പേരും കൂടി തീരുമാനിച്ചാലാണ് പുതിയ കമ്പനി ഫോം ചെയ്യുള്ളൂ. അപ്പോൾ അവർ 2 കമ്പനിക്കാരുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അപ്രൂവ് ചെയ്യണം. അല്ലെങ്കിൽ ഒരു എഗ്രിമെൻറ്റ് ഉണ്ടാക്കും. ആ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്ന ഒരു ഡേറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ അപ്രൂവ് ചെയ്യുന്ന ഡേറ്റ് ഉണ്ടാവും. ആ ഡേറ്റിനെയാണ് നമ്മൾ ട്രിഗർ പോയിൻറ്റ് അല്ലെങ്കിൽ ട്രിഗർ ഡേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ട്രിഗർ പോയിൻറ്റിൽ നിന്ന് 30 ദിവസത്തിന് ശേഷം ഈ ഒരു കോമ്പിനേഷനെ പറ്റിയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് ഒന്നല്ലെങ്കിൽ എ അല്ലെങ്കിൽ ബി ഫയൽ ചെയ്യണം CCIക്ക്, അല്ലെങ്കിൽ ഇൻഫോം ചെയ്യണം. അതെ, ഞങ്ങളിങ്ങനെ കമ്പൈൻ ചെയ്യാൻ പോവാണ്. അതുപോലെ തന്നെ അതിനെ പറ്റിയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് ഫോം 1 ഒരു ഫീസും ഉണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ ഫീസും കെട്ടിവെച്ചിട്ട് CCIക്ക് കൊടുക്കണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 30 ദിവസത്തിന് ശേഷം CCI ഈ പറഞ്ഞ പ്രൊപ്പോസ് കോമ്പിനേഷനെ പറ്റി ഒരു പ്രാഥമികമായ ഒരു അഭിപ്രായം പറയും. അതുമാത്രമല്ല, അത് AAEC ഉണ്ടാക്കണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർക്ക് കുറച്ചും കൂടി ഫർദറായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. അപ്പോൾ A ആൻഡ് Bയുടെ അടുത്ത് ഫോം 2 ഫിൽ ചെയ്യാൻ പറയും. അതുപോലെ തന്നെ ഫീസ് അടയ്ക്കാനും പറയും. ഓക്കെ, അതാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. അതിനുശേഷം 180 ദിവസത്തിനുള്ളിൽ ഈ CCI ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യും. അത് അഡ്വർടൈസ്മെൻറ്റ് വഴിയൊക്കെയാണ് അത് ചെയ്യുന്നത്. എന്നിട്ട് ഈ പറഞ്ഞ പ്രപ്പോസ് കോമ്പിനേഷനിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ എന്നും കൂടി അന്വേഷിക്കും. അതിനുശേഷം ഈ CCIക്ക് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് കിട്ടും. ആ റിപ്പോർട്ടിനകത്ത് പറഞ്ഞിരിക്കുന്ന പോലെ ചിലപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കോമ്പിനേഷനിൽ ചിലപ്പോൾ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്യും, അല്ലെങ്കിൽ ചിലപ്പോൾ ആ കോമ്പിനേഷൻ മൊത്തത്തിൽ ചിലപ്പോൾ റിജക്റ്റ് ചെയ്യും, ചിലപ്പോൾ മൊത്തത്തിൽ കൺഫേം ചെയ്യും. ഓക്കെ, അത് റിപ്പോർട്ട് പ്രകാരം പോലെ ഇരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് മൊത്തത്തിലുള്ളൊരു പ്രൊസീജിയർ. ഒരു ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സ് ഇങ്ങനെയാണ്. ഞാൻ അടുത്തത്
AAEC നമ്മുടെ ഇന്ത്യയിലെ ഏതെങ്കിലും റെലവൻറ്റ് മാർക്കറ്റിൽ ഉണ്ടോ എന്ന് നോക്കണമെങ്കിൽ ഈ പറഞ്ഞ ഫാക്ടേഴ്സ് ചെക്ക് ചെയ്താൽ മതി. AAEC എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്രീഷ്യബിൾ അഡ്വേഴ്സ് എഫക്റ്റ് ഓൺ കോമ്പറ്റീഷൻ ഇൻ ദ റെലവൻറ്റ് മാർക്കറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഏതെങ്കിലും തക്കതായ ഒരു മാർക്കറ്റിൽ എടുത്തു പറയത്തക്കതായ എന്തെങ്കിലും അനുകൂലമല്ലാത്ത അല്ലെങ്കിൽ മോശമായ എന്തെങ്കിലും സ്വാധീനമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവം ഈ പറഞ്ഞ ഫാക്ടേഴ്സ് വെച്ചിട്ട് നമുക്ക് വിലയിരുത്താം. അവിടെ AAEC സംഭവിക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, നമ്മൾ മാർക്കറ്റിലോട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആക്ച്വൽ കോമ്പറ്റീഷൻ ലെവലും പൊട്ടൻഷ്യൽ കോമ്പറ്റീഷൻ ലെവലും ഒന്ന് കമ്പയർ ചെയ്യാം. അതുപോലെ തന്നെ മാർക്കറ്റിലോട്ട് വരാൻ വേണ്ടിയിട്ട് പല പല മാർഗ്ഗങ്ങളുണ്ടാവും. ആ മാർഗ്ഗങ്ങളൊക്കെ തടസ്സപ്പെടുത്തിയിട്ടുണ്ടാവും. ഓക്കെ. അതുപോലെ തന്നെ മാർക്കറ്റിലെ ഓരോ കോമ്പറ്റീഷൻ ലെവൽ അതൊന്നും നമ്മൾ നോക്കണം. അതുപോലെ തന്നെ മാർക്കറ്റിലെ തുല്യമായ ശക്തികളുണ്ടാവും, അതിൻ്റെ ആ ഡിഗ്രി ഒന്ന് നോക്കണം. അതുപോലെ തന്നെ ഈ പറയുന്ന കോമ്പറ്റീഷൻ, അതായത് പറഞ്ഞിരിക്കുന്ന ആൾക്കാർ കൂടി ചേരുമ്പോൾ വില കൂടുമോ ഇല്ലയോ എന്ന് നോക്കണം. ഓക്കെ. അതുപോലെ തന്നെ ഈ പറയുന്ന ആൾക്കാർ കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഇനിയും കോമ്പറ്റീഷൻ ലെവൽ കൂടുമോ അതോ കുറയോ അതും കൂടി നോക്കണം. പിന്നെ ഇപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സബ്സ്റ്റിറ്റ്യൂട്ട് ഇനിയും കിട്ടുമോ, ഇനിയും ലഭ്യമാവുമോ അതും കൂടി നോക്കണം. പിന്നെ ഓരോ റെലവൻറ്റ് മാർക്കറ്റിൽ ഉള്ള മാർക്കറ്റ് ഷെയർസ് അത് ഇൻഡിവിജ്വലായിട്ട് നോക്കണം, ഗ്രൂപ്പായിട്ട് നോക്കണം. അതുപോലെ തന്നെ ഈ കോമ്പിനേഷൻ വഴി ഇപ്പോൾ ഉള്ള കോമ്പറ്റീറ്റേഴ്സിനെ ഇല്ലാതെയാക്കുമോ, അതുപോലെ തന്നെ മാർക്കറ്റിലെ വെർട്ടിക്കൽ ഇൻറ്റഗ്രേഷൻ, അതുപോലെ തന്നെ ഈ പ്രൊപ്പോസ്ഡ് കോമ്പിനേഷൻ വഴി ഈ പറയുന്ന ബിസിനസ്സൊക്കെ അത് പൊളിഞ്ഞു പോവുമോ, അതുപോലെ തന്നെ ഇന്നോവേഷൻ, പിന്നെ ഈ കോമ്പിനേഷൻ വഴി എത്രമാത്രം അത് എക്കണോമിക്കായിട്ട് അതിനെ ബാധിക്കും. അതുപോലെ തന്നെ ഈ കോമ്പിനേഷൻ വഴി അത് ഗുണമാണോ ചെയ്യണത് അതോ ദോഷമാണോ ചെയ്യണത്. ഓക്കെ. അപ്പോൾ ഈ ഫാക്ടേഴ്സ് വെച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റും AAEC അവിടെ സംഭവിക്കണ്ടോ ഇല്ലയോ എന്ന്. ഓക്കെ. അടുത്ത കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ കമ്മീഷൻ, അതായത് ഇതിൻ്റെ ഭരണഘടന എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ. ഇതിൻ്റെ അകത്ത് ചെയർപേഴ്സൺ ഉണ്ടാവും, പിന്നെ മാക്സിമം പോയി കഴിഞ്ഞാൽ 6 മെമ്പേഴ്സ് ഉണ്ടാവും. ഓക്കെ. ഇവരൊക്കെ സെൻട്രൽ ഗവൺമെൻറ്റാണ് അപ്പോയിൻറ്റ് ചെയ്യണത്. പിന്നെ ഇവർക്ക് ഓരോരുത്തർക്കും സ്പെഷ്യൽ നോളജ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ 15 വർഷം അതിൽ കൂടുതൽ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഈ പറഞ്ഞ മേഖലയിൽ. ഇൻ്റർനാഷണൽ ട്രേഡ്, എക്കണോമിക്സ്, ബിസിനസ്, കൊമേഴ്സ്, ലോ, ഫിനാൻസ്, അക്കൗണ്ടൻസി, മാനേജ്മെൻറ്റ്, ഇൻഡസ്ട്രി, പിന്നെ പബ്ലിക് അഫയേഴ്സ്, പിന്നെ കോമ്പറ്റീഷൻ ലോ ആൻഡ് പോളിസി, ഈ പറഞ്ഞ കാര്യത്തെപ്പറ്റി എക്സ്പേർട്ട് നോളജ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ചെയർപേഴ്സൺ ആണെങ്കിലും മറ്റുള്ള മെമ്പേഴ്സാണെങ്കിലും അവരുടെ ഓഫീസ് ടേം എന്നുള്ളത് 5 വർഷമാണ്. അതിന് റിട്ടയർമെൻറ്റ് ഏജ് 65 വയസ്സാണ്. ഓക്കെ. അടുത്ത ഡ്യൂട്ടീസ്, പവേഴ്സ് ഓഫ് കമ്മീഷൻ, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു വിടാം. ഓക്കെ. റീഡ് വൺസ് ആൻഡ് ലീവ് കാറ്റഗറിയാണ് ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഡോമിനൻ്റ് പൊസിഷൻ അതിൻ്റെ ഫാക്ടേഴ്സ്, പിന്നെ റെലവൻറ്റ് ജോഗ്രഫിക്കൽ മാർക്കറ്റ് അതിൻ്റെ ഫാക്ടേഴ്സ്, പിന്നെ റെലവൻറ്റ് പ്രൊഡക്റ്റ് മാർക്കറ്റ് അതിൻ്റെ ഫാക്ടേഴ്സ്. ഓക്കെ. ഞാൻ അടുത്തത് ഓർഡേഴ്സ് ബൈ കമ്മീഷൻ ആഫ്റ്റർ എൻക്വയറി ഇൻ ടു എഗ്രിമെൻറ്റ്സ് ഓർ അബ്യൂസ് ഓഫ് ഡോമിനൻ്റ് പൊസിഷൻ. അതായത് ഇപ്പോൾ ഏത് എൻ്റർപ്രൈസ് ആണോ ഈ ഡോമിനൻ്റ് പൊസിഷനിൽ ഇരിക്കുന്നത് ആ എൻ്റർപ്രൈസിൻ്റെ അടുത്ത് ഈ പറഞ്ഞ കമ്മീഷൻ ഇൻവെസ്റ്റിഗേഷൻ എല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഈ പറഞ്ഞ രീതിയിലായിരിക്കും അവർ ഓർഡർ പാസ് ചെയ്യണത്. ഒന്നല്ലെങ്കിൽ ആ എൻ്റർപ്രൈസിൻ്റെ അടുത്ത് ഡയറക്റ്റായിട്ട് ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പറയും അവരുടെ ബിസിനസ് എന്താണെങ്കിലും, അല്ലെങ്കിൽ പെനാൽറ്റി ഈടാക്കും, അല്ലെങ്കിൽ ആ എഗ്രിമെൻറ്റ്സിൽ എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻസോ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരും. അല്ലെങ്കിൽ കമ്മീഷൻ ഒരു ഓർഡർ പാസ്സാക്കും, ആ ഓർഡറിൽ പറഞ്ഞിരിക്കുന്ന പോലെ ആ എൻ്റർപ്രൈസ് അനുസരിക്കണമെന്ന് പറയും. ഓക്കെ. അടുത്ത ഡിവിഷൻ ഓഫ് എൻ്റർപ്രൈസ് എൻജോയിങ് ഡോമിനൻ്റ് പൊസിഷൻ. ഇപ്പോൾ എൻ്റർപ്രൈസിൽ പല പല ഡിവിഷൻസ് ഉണ്ടാവും. ഏത് ഡിവിഷനാണോ ഡോമിനൻ്റ് പൊസിഷൻ എൻജോയ് ചെയ്യുന്നത് ആ ഡിവിഷൻ്റെ അടുത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയും കമ്മീഷൻ. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പ്രോപ്പർട്ടി റൈറ്റ്സ് ലയബിലിറ്റീസ്, അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറയും. പിന്നെ എന്തെങ്കിലും കോൺട്രാക്ട്സിലോ എഗ്രിമെൻറ്റ്സിലോ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്താൻ പറയും. അല്ലെങ്കിൽ അവരുടെ ഷെയർ, സ്റ്റോക്ക്, സെക്യൂരിറ്റീസ് ചിലത് ചിലപ്പോൾ ക്യാൻസൽ ചെയ്യാൻ പറയും, ചിലപ്പോൾ സറണ്ടർ ചെയ്യാൻ പറയും. പിന്നെ ചില ഡിവിഷൻസൊക്കെ ചിലപ്പോൾ നിർത്തലാക്കാൻ പറയും. അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ അല്ലെങ്കിൽ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ പറയും. ഓക്കെ. പിന്നെ പവർ ഓഫ് കമ്മീഷൻ ടു റെഗുലേറ്റ് ഇറ്റ്സ് ഓൺ പ്രൊസീജിയർ. ഇതിൻ്റെ അകത്ത് പറഞ്ഞത് ഇപ്പോൾ കമ്മീഷൻ ഈ ഇൻവെസ്റ്റിഗേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് വേറെ ഏതെങ്കിലും ആൾക്കാരുടെ സഹായം തേടാനായിട്ടുള്ള, വേറെ എക്സ്പേർട്ടുകളുടെ സഹായം തേടാനായിട്ടുള്ള പവേഴ്സൊക്കെ ഉണ്ട് ഇവർക്ക്, CCIക്ക്.
അടുത്ത ഓർഡേഴ്സ് ഓഫ് കമ്മീഷൻ ഇമ്പോസിങ് മോണിറ്ററി പെനാൽറ്റി. ഈ കമ്മീഷൻ ഇപ്പോൾ ഒരാളുടെ അടുത്ത് പെനാൽറ്റി ഈടാക്കി, പക്ഷേ അയാൾ പെനാൽറ്റി അടിച്ചില്ലെങ്കിൽ ഈ കമ്മീഷൻ എന്ത് ചെയ്യും? ഇൻകം ടാക്സ് വഴി ആ പെനാൽറ്റി റിക്കവർ ചെയ്യും. ഞാൻ അടുത്ത ടോപ്പിക്കൊക്കെ ജസ്റ്റ് ഒന്ന് ഒരു പ്രാവശ്യം വായിക്കുക, എന്നിട്ട് ലീവ് ചെയ്യുക. ഓക്കെ, റീഡ് വൺസ് ആൻഡ് ലീവ് കാറ്റഗറിയാണ് ഇതൊക്കെ, ഈ പറഞ്ഞ ടോപ്പിക്കൊക്കെ. ഓക്കെ.